ഈ സിസ്റ്റമിൽ ഞാൻ കണ്ടത് എല്ലാ ഡോക്ടറെ അടുത്ത് പോയെങ്കിൽ അന്നേരം തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതും, ടെസ്റ്റ് ആക്കും, മരുന്ന് കൊടുക്കും, അതാണ്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിൽ അങ്ങനെയല്ല. ആദ്യം വരുന്നവർ ഫീസ് കൊടുക്കണോ അതൊന്നുമില്ല, അവർക്ക് എന്താണ് രോഗം, അത് എന്തുകൊണ്ടാണ് വരുന്നത്, അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യണം, അതാണ് ആദ്യം പറയുന്നത്. പക്ഷെ അത് ചോദിക്കുന്നതിനും അതിനൊന്നും ഫീസില്ല. പിന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ചെയ്യണം. അതാണ് ദിശ ഡോക്ടറിന്റെ ഒരു ധ്യേയവാക്യം എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിന് സമ്മതിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് പറഞ്ഞാൽ ഡോക്ടർ ഇതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. എന്നും ഈ രോഗിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടുണ്ടാവും, അവരോട് സംസാരിച്ചുകൊണ്ടുണ്ടാവും, അവരെ ബാക്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്നും ഇങ്ങനെ സംസാരിക്കുന്ന ഡോക്ടറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ദിശ ഡോക്ടർ. നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയെങ്കിൽ നമ്മുടെ അസുഖം സുഖമായിട്ടില്ലെങ്കിൽ വേറെ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മൾ വീണ്ടും ഡോക്ടറെ കാണണം. പക്ഷെ ഇതങ്ങനെയല്ല. ഡോക്ടർ ഒരു മരുന്ന് തരും, നമ്മളോട് പഥ്യം ചെയ്യാൻ പറയൂ, പക്ഷെ ഡെയിലി നമ്മൾ ചോദിക്കും ഇന്ന് എങ്ങനെയുണ്ട്, എന്തെല്ലാം ചെയ്തു. അതാണ് നമ്മളെ ഒരു സന്തോഷം. നമ്മളെ സ്വന്തം ആളെ പോലെ. നമ്മളെ വീട്ടുകാരാണെങ്കിലും ചോദിക്കൂല എങ്ങനെയുണ്ട് ഏതുണ്ട്. പക്ഷെ ദിശ ഡോക്ടർ അങ്ങനെയല്ല, എന്നും ചോദിക്കും. അതാണ് ഇതിന്റെ പ്ലസ് പോയിന്റ്. പക്ഷെ പിന്നെ നമുക്ക് ആ ദിശ സ്വന്തം ആള്, നമ്മളെന്നെ കുടുംബക്കാർ അല്ല, എന്റെ ബന്ധു തന്നെ. പക്ഷെ എല്ലാവർക്കും എല്ലാ രോഗികളും ഇപ്പൊ പറയുന്നുണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാം നമ്മളെ സ്വന്തം പോലെ തോന്നുന്നു ദിശേന, നമ്മളെ ഒരു കുടുംബത്തിന്റെ ആളെ പോലെ തോന്നുന്നു എന്ന് പറയലുണ്ട്.